അതാണ് വേണമെന്ന് വെച്ചിട്ടല്ല. ഇപ്പോഴും എൻ്റെ അപ്പൻ റബ്ബർ വെട്ടാൻ പോയി കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ ചെയ്യുന്ന ബിസിനസ് കാര്യമായി വിജയിക്കാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ജിൻഡോയെ കണ്ടിട്ടുള്ളത് ഈ ചാനൽ ചർച്ചകളിലെ തീപ്പൊരി പ്രസംഗത്തിലൂടെയാണ്. അങ്ങനെ ഒരു തീപ്പൊരി പ്രാസംഗികനല്ല മുന്നിൽ നിൽക്കുന്നതല്ലേ? അല്ല, ഞാൻ പൊതുവേ ഞാൻ വലിയ കുഴപ്പക്കാരനല്ല. പിന്നെ ഈ ചാനൽ ചർച്ചയിൽ നമ്മളെ അവരിങ്ങനെ എന്നെ പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്യാറില്ല. സാഹചര്യങ്ങൾ കൊണ്ട് തീപ്പൊരിയായി പോയതാണ്. സാഹചര്യം കൊണ്ട് ഇപ്പം നമ്മുടെ മുമ്പിൽ വലിയ കള്ളം പറയുക അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ സമയത്തിൽ അങ്ങനെയൊക്കെ പറയുന്നതാണ്. അതാണ് വേണമെന്ന് വെച്ചിട്ടല്ല. അങ്ങനെ ഒടുക്കം പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് നൽകുന്നു. അതൊരു വലിയ അംഗീകാരമാണ്. ജില്ലാ പഞ്ചായത്തിലെ ഈ തുറവൂർ ഡിവിഷൻ ഇത് നിലവിൽ സിറ്റിംഗ് സീറ്റാണോ UDF? അല്ല, ഇത് നിലവിൽ മലയാറ്റൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ ഭാഗമായിരുന്നു. പിന്നെ അതിൽ നിന്ന് പുതിയതായിട്ട് ഇപ്പോൾ രൂപീകരിച്ച ഒരു ഡിവിഷനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്ന ഈ ഡിവിഷനിൽ. അപ്പോൾ ജയിക്കാൻ പറ്റും? ജയിക്കും. എങ്ങനെയുണ്ട്? പല തരം ഏർപ്പാടുകളും നടത്തി ഇതാ ഒരു സ്ഥാനാർത്ഥിയുടെ കുപ്പായിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ, വോട്ടർമാരിലേക്ക് എത്തുമ്പോൾ എങ്ങനെ റെസ്പോൺസ് എങ്ങനെയാണ്? അല്ല, ഇപ്രാവശ്യം ജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. ഒന്ന് പൊതുവേ ഒരു UDF അനുകൂല സാഹചര്യമുണ്ട്. ഞാൻ പോകുന്ന വാർഡുകളിൽ, കുടുംബയോഗങ്ങളിൽ, പിന്നെ പൊതുജനങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്ന പോലെ രാഷ്ട്രീയത്തിനൊരു വിജയം ഉണ്ടാക്കണമല്ലോ. എല്ലാവർക്കും അറിയാം, ഈ ഫേസ് അറിയാം അല്ലേ? വീട്ടിലെത്തുമ്പോൾ ആളുകൾക്ക് കുറേ പേർക്ക് അറിയാം. അത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മൾ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഫാൻ ബേസ് അതെനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിലുണ്ട്. അത് എന്നെ എതിർക്കുന്നവരെ കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു, അനുകൂലിക്കുന്നവരെക്കാളും. കാരണം ഞാനൊരു കാര്യത്തിൽ ഒരു മയപ്പെടുത്താറില്ല. എൻ്റെ വർത്താനം പറയുന്നതിലും മയപ്പെടുത്താറില്ല. ശരിയെന്ന് തോന്നുന്നു അങ്ങ് പറയും. അതെ, ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം, ഈ പലതരം വിവാദങ്ങളുടെ, പ്രത്യേകിച്ചും ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള UDFനും കോൺഗ്രസിനും വലിയൊരു എഡ്ജ് ഉണ്ടാക്കിയ ഒരു സമയത്ത് പക്ഷെ പെട്ടെന്ന് ചില വിവാദങ്ങൾ ഉണ്ടായി. ആ വിവാദങ്ങളുടെ ഘട്ടത്തിൽ പാർട്ടി വലിയ ഡിഫൻസിലായപ്പോൾ ടെലിവിഷൻ ചർച്ചകളിൽ പാർട്ടിയെ പ്രതിരോധിച്ച് നിർത്തേണ്ട വലിയ ഉത്തരവാദിത്തം ഉണ്ടാവേണ്ട ഒരാൾ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ തിരക്കിൽ കുറേ ദിവസമായിട്ട് ചർച്ചകളിലൊന്നുമില്ല. അപ്പോൾ പാർട്ടിയിൽ നിന്ന് നേതാക്കളൊക്കെ വിളിച്ചിട്ട് ജിൻഡോ ചർച്ചയ്ക്ക് വരാഞ്ഞത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഞങ്ങൾക്ക് വലിയ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ആരെങ്കിലും? എന്നെ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചർച്ചയ്ക്ക് പോകണമെന്നും പറഞ്ഞ് പലപ്പോഴും വിളിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ചില ദിവസമൊക്കെ 13 കുടുംബയോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓടിയെത്തൽ പ്രയാസമാണ്. പിന്നെ ഞാൻ മാത്രമല്ലല്ലോ, ഞാനില്ലെങ്കിൽ എനിക്ക് പകരം എന്നുള്ളൊരു ഇതില്ല. ഈ പാർട്ടിയിൽ വേറെയും ആളുകൾ നന്നായിട്ട് സംസാരിക്കാനും വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരാളുടെ ഒഴിവ് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തല്ല ഈ പാർട്ടി പ്രവർത്തിക്കേണ്ടത്. അതാണ് ശരി. അതെ, ഈ ഓരോ ബിസിനസ്സും ഇങ്ങനെ പൊളിഞ്ഞു പോകുമ്പോഴേ വീട്ടിൽ നിന്ന് വല്ല പ്രശ്നം ഉണ്ടായില്ല? മതി, നിർത്തിക്കോ, വേറെ വല്ല പണിക്ക് പോയിക്കോ എന്ന് പറഞ്ഞില്ലേ? അല്ല, വീട്ടിൽ നിന്ന് എൻ്റെ അപ്പൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ അപ്പൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മോശപ്പെട്ടൊരു കാര്യം ചെയ്യരുതെന്നുള്ളൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോഴും എൻ്റെ അപ്പൻ റബ്ബർ വെട്ടാൻ പോയി കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ ചെയ്യുന്ന ബിസിനസ് കാര്യമായി വിജയിക്കാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നോട് ഒരിക്കലും നിർത്താൻ പറയാറില്ല. പിന്നെ വൈഫിനൊക്കെ ഇങ്ങനെ ആശങ്കയൊക്കെ ഉണ്ട് ഇത്. അപ്പോൾ നമ്മളൊരു ഫൈറ്റാണല്ലോ.